ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാഡമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് നമ്മൾ NCERT +2 കെമിസ്ട്രിയിലെ 5ാമത്തെ യൂണിറ്റായ സർഫസ് കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത്. സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് സർഫസസ് അഥവാ ഇന്റർഫേസസിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ചാണ്. എന്താണ് സർഫസ് എന്ന് പറഞ്ഞാൽ? പ്രതലങ്ങൾ അല്ലേ? മലയാളത്തിൽ നമ്മൾ പ്രതലം എന്ന് പറയുന്നതാണ് ഈ സർഫസ്. സർഫസ് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഈ ചിത്രത്തിൽ ഒരു സോളിഡ് സർഫസ് ആണെന്ന് വിചാരിക്കാം. കാരണം മോളിക്യൂൾസ് ഒക്കെ ക്ലോസ്ലി പാക്ഡ് ആണ്. ഫ്യൂ മോളിക്കുലാർ ലെയർ തിക്നെസ്സും ഉണ്ട് ഈ സർഫസിന്. ഇനി സർഫസും ഇന്റർഫേസും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? സർഫസിന് പകരം ഇന്റർഫേസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സിലുള്ള വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിലുള്ളപ്പോഴാണ്. ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു ഫിസിക്കൽ സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇന്റർഫേസിനെ. ഫോർ എക്സാമ്പിൾ, ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ്. നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ് അല്ലേ? ദ ലിക്വിഡ് സർഫസ് ഇസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി വേപ്പേഴ്സ്. അപ്പം അതുപോലെ ഇപ്പോൾ നമ്മളൊരു ടേബിളിൽ ഒരു ചോക്ക് കഷ്ണം എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ചോക്കിൻ്റെ സർഫസും അറ്റ്മോസ്ഫിയറിക് എയറും തമ്മിൽ കോണ്ടാക്റ്റിലല്ലേ? അപ്പോൾ ഗ്യാസ് സോളിഡ് ഇന്റർഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ പറയാം. മനസ്സിലായോ? അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസസിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെയാണ് നമ്മൾ ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഈ സർഫസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇന്റർഫേസിൽ അല്ലെങ്കിൽ സർഫസിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ, അതാണ് നമ്മുടെ പാഠ്യ വിഷയം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സർഫസ് കെമിസ്ട്രി പഠിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് മുതൽ ഒരുപാട് ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ് സർഫസ് കെമിസ്ട്രിയിലുണ്ട്. നമ്മൾ കൊളോയിഡ്സ്, ജെൽസ്, എമൾഷൻസ് ഇതൊക്കെ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിൻ്റെ എല്ലാം ആക്ഷൻ സർഫസിലാണ്. ഇപ്പോൾ കൊറോഷൻ, നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ലെസണിൽ കൊറോഷനെ കുറിച്ച് പഠിച്ചു. അതും നടക്കുന്നത് എവിടെയാണ്? സർഫസിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും ഡെയിലി ലൈഫ് എക്സ്പീരിയൻസസും സർഫസ് കെമിസ്ട്രിയുടെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സർഫസ് കെമിസ്ട്രി എന്ന യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അഡ്സോർപ്ഷൻ എന്ന ഫിനോമിനനാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഈ വീഡിയോ നോക്കിയിട്ട് എന്താണ് അഡ്സോർപ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ സംഭവിക്കുന്നത്? ഒരു സർഫസിൽ കുറേ മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു അല്ലേ? ഒരു സർഫസിൽ കുറച്ച് മോളിക്യൂൾസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു ആണല്ലോ. അപ്പോൾ ഈ ഫിനോമിനനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അഡ്സോർപ്ഷൻ is the process in which one substance accumulates on the surface of another substance. അല്ലേ? ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ മറ്റൊരു സബ്സ്റ്റൻസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ഇനി നമുക്ക് ഈ ഫിനോമിനൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സർഫസിൽ മാത്രമാണോ അക്യുമുലേഷൻ നടക്കുന്നത്? അല്ല അല്ലേ? ആ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ബൾക്കിലേക്കാണ് ഈ മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൾക്കിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് അബ്സോർപ്ഷൻ എന്നാണ്. അഡ്സോർപ്ഷൻ അല്ല, അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ സർഫസ് ഫിനോമിനൻ ആണ്. പക്ഷേ ഇപ്പോൾ കാണിച്ചത് സർഫസ് ഫിനോമിനൻ അല്ല, അത് അബ്സോർപ്ഷൻ ആണ്. മനസ്സിലായല്ലോ? ഡെഫിനിഷൻ ഇതാണ്. അഡ്സോർപ്ഷൻ is the accumulation of one substance on the surface of another substance.
absorption, the accumulation of one substance into the bulk of another substance. ചില സമയത്ത് അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കും. ഇപ്പോൾ പ്ലാന്റ്സ് റൂട്ട്സിലൂടെ വാട്ടറും ന്യൂട്രിയൻസും വലിച്ചെടുക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അബ്സോർപ്ഷനും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ടുഗെദർ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സോപ്ഷൻ. കണ്ടോ, ഈ വീഡിയോയിൽ സോപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ബോത്ത് അബ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി, രണ്ടും ഒരുമിച്ച് നടക്കുമ്പോഴാണ് സോപ്ഷൻ എന്ന് പറയും. ഇനി അബ്സോർബ് ചെയ്തതുമായിട്ടുള്ള മോളിക്യൂൾസ് ഒരു സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിനോമിനൻ. അതിന് വിളിക്കുന്നതാണ് ഡീസോപ്ഷൻ. ഡീസോപ്ഷൻ നോക്കൂ, ബൾക്കിൽ നിന്നും സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നു മോളിക്യൂൾസ്, അതാണ് ഡീസോപ്ഷൻ. ഇനി അബ്സോർപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേറെ രണ്ട് ടേംസും കൂടെ പഠിക്കാനുണ്ട്. അബ്സോർബൻറ്റ്, അബ്സോർബേറ്റ്. ഈ വീഡിയോ നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് അബ്സോർബേറ്റിനെയും കാണാം, അബ്സോർബൻറ്റിനെയും കാണാം. ഇനി എന്താണ് അബ്സോർബൻറ്റ് എന്നുള്ളത് ഇത് മനസ്സിലായില്ലേ? അബ്സോർബേറ്റ് ഇസ് ദി സബ്സ്റ്റൻസ് വിച്ച് ഗെറ്റ്സ് അബ്സോർബ്ഡ്. ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ആണ് അബ്സോർബേറ്റ്. അബ്സോർബൻറ്റ് എന്ന് പറയുന്നത് ആരെയാണ്? സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അയാളാണ് അബ്സോർബൻറ്റ്. അബ്സോർബൻസിന് എക്സാമ്പിൾസ് ആണ് ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ്. ഇവയെല്ലാം അബ്സോർപ്ഷന് സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന വസ്തുക്കളാണ് അബ്സോർബൻസ്. അബ്സോർപ്ഷനും എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അബ്സോർപ്ഷന് ഫസ്റ്റ് എക്സാമ്പിൾ വാട്ടർ വേപ്പേഴ്സ് അബ്സോർബ്ഡ് ബൈ സിലിക്ക ജെൽ. നമ്മൾ പുതിയ ഷൂസ്, വാച്ച്, റിസ്റ്റ് വാച്ച് ഒക്കെ വാങ്ങിക്കുമ്പോൾ ആ പാക്കേജിൻ്റെ ഉള്ളിൽ ചെറിയൊരു സാഷയിൽ സിലിക്ക ജെല്ല് കാണാം. വാട്ടർ വേപ്പേഴ്സ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്, കേടുവരാതിരിക്കാനായിട്ട്, റസ്റ്റോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അമോണിയ ഗ്യാസ് ഇസ് അബ്സോർബ്ഡ് ബൈ ചാർക്കോൾ. ചാർക്കോൾ പീസസ് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അബ്സോർപ്ഷന് രണ്ട് എക്സാമ്പിൾസ്. വാട്ടർ വേപ്പേഴ്സ് അബ്സോർബ്ഡ് ബൈ അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ്. അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് സിലിക്ക ജെല്ല് പോലെ സർഫസിലല്ല വാട്ടർ വേപ്പേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ ബൾക്കിലേക്കാണ്. വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് ബൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അമോണിയ ഈസ് അബ്സോർബ്ഡ് ഇൻ വാട്ടർ ഫോമിങ് അമോണിയം ഹൈഡ്രോക്സൈഡ്. വാട്ടറിൽ അമോണിയ ഗ്യാസ് അബ്സോർബ് ചെയ്തിട്ടാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരേ വസ്തുക്കൾ അബ്സോർബ് ചെയ്യുന്നതും രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിലായിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾസ് പഠിച്ചത്. അബ്സോർപ്ഷൻ നടക്കുന്നത് സിലിക്ക ജെല്ലിൽ, അബ്സോർപ്ഷൻ നടക്കുന്നത് അൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡിൽ. അമോണിയ ഗ്യാസ് അബ്സോർബ് ചെയ്തത് ചാർക്കോളാണ്, അമോണിയ ഗ്യാസ് അബ്സോർബ് ചെയ്തത് വാട്ടറാണ്. അപ്പോൾ അബ്സോർബൻ്റ് ആണ് സിലിക്ക ജെല്ലും ചാർക്കോളും. അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഡ്സോർപ്ഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ന്യൂസ് പേപ്പറിൽ നമ്മുടെ സിലബസ് സ്ലാഷ് ചെയ്യുന്നതിനെ കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. അത് സ്ലാഷ് ചെയ്തോട്ടെ, പക്ഷെ ടീച്ചർ കംപ്ലീറ്റ് സിലബസ് പഠിപ്പിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ പലതരം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുട്ടികളാണ് അല്ലേ. അപ്പോൾ എക്സാംസിന്, അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നന്നായിട്ട് ഫെയർ ചെയ്ത് നല്ല നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്ലേസ്മെന്റ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ എൻറ്റയർ സിലബസ് നല്ല ഡീപ്പായിട്ട് തന്നെ പോകണം. അപ്പം ഞാൻ സിലബസ് ഒന്നും സ്ലാഷ് ചെയ്യുന്നില്ല. ബോർഡ് എക്സാമിന് വേണ്ടുന്ന സിലബസ് എന്താണെന്നുള്ളത് അത് കിട്ടിയാൽ ഉടനെ പറഞ്ഞു തരാം. പക്ഷെ ക്ലാസ്സസിൽ യാതൊരു സ്ലാഷിങ്ങും ഉണ്ടാവില്ല. ഐ ബി ടീച്ചിങ് ദി എൻറ്റയർ സിലബസ്. അത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ,
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. Subscribe to this channel for real-time video updates.